കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഇന്ന് നമ്മൾ BA സൈക്കോളജിയിലെ BPCC 109, അതായത് ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ മുൻകാല ചോദ്യപേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ജനറൽ അനാലിസിസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ഒരു 2-3 ടേമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ സെക്ഷൻ 1 വന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഡിസ്കസ് ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്, ഫസ്റ്റ് ബ്ലോക്കിലെ ടോപ്പിക്കാണ് വരുന്നത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എറിക്സൺ സൈക്കോസോഷ്യൽ തിയറി ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എറിക്സന്റെയും അതുപോലെ വൈഗോട്സ്കി, പിയാഷെ ഇതുപോലെയുള്ള ഡെവലപ്മെന്റൽ തിയറീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, വളരെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്നതുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എറിക്സന്റെ സെക്കൻഡ് ബ്ലോക്കിലെ ആ ഒരു സൈക്കോസോഷ്യൽ തിയറിയാണ് പറയുന്നത്. ഇനി തേർഡ് വൺ, എക്സ്പ്ലെയിൻ വൈഗോട്സ്കീസ് തിയറി ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ റിഫ്ലെക്സസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ് വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി സെക്ഷൻ ബിയിൽ വന്നിട്ട് എക്സ്പ്ലെയിൻ ആൻഡ് ഇവാലുവേറ്റ് ഗില്ലിഗൻസ് തിയറി ഓഫ് കെയർ ബേസ്ഡ് മൊറാലിറ്റി. ഗില്ലിഗൻസ് തിയറി ഓഫ് മൊറാലിറ്റി ആണ് വന്നിട്ട്. ഡിസ്കസ് മാഷിയാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ്, അതും സെക്കൻഡ് ബ്ലോക്കിൽ തന്നെയാണ്. ഇനി ഡിഫൈൻ പ്രോസോഷ്യൽ ബിഹേവിയർ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഫോംസ് ഇൻ ചൈൽഡ്ഹുഡ്. പ്രോസോഷ്യൽ ബിഹേവിയറും ഒരു നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ, സോഷ്യൽ സൈക്കോളജിയിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രോസോഷ്യൽ ബിഹേവിയർ. പക്ഷെ അതിന്റെ ഒരു ഡെവലപ്മെന്റൽ ടൈം അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ പീരീഡ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡെവലപ്മെന്റൽ സൈക്കോളജിയിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇനി പിന്നെ ഒന്നാണ്, എക്സ്പ്ലെയിൻ ദ കോസൽ ഫാക്ടേഴ്സ് ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ലെ. അപ്പൊ അതിൽ കുറെ അതിന്റെ ഒരു അംബ്രല്ല ടേം ആണ്, അതിൽ അണ്ടറിൽ കുറെ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് അതിൽ ടോപ്പിക്സുകൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും അതിന്റെ കോസൽ ഫാക്ടേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. ഇനി ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഡിസ്കസ് ദ 4 മെയിൻ ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നോക്കൂ, ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ. എറിക്സൺസ് സൈക്കോസോഷ്യൽ തിയറി, അതാ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് സെയിം ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് വൈഗോട്സ്കീസ് സോഷ്യോ കൾച്ചറൽ തിയറി. എക്സ്പ്ലെയിൻ ബയോളജിക്കൽ മോഡൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പൊ നോക്കൂ, വൈഗോട്സ്കിയുടെയും അതേപോലെ എറിക്സന്റെ ഒക്കെ തിയറി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചെറിയ ചെറിയ ഫോംസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഒരു രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും റിപ്പീറ്റഡ്ലി അത് ചോദിച്ചു കാണുന്നുണ്ട്. ഓക്കെ, ഇനി സെക്ഷൻ 2 എടുക്കുമ്പോൾ, ഗിവ് ആൻ ഓവർവ്യൂ ഓഫ് സ്റ്റേജസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. സ്റ്റേജസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ കോർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറയുന്നതാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആണ്, അതേപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ സിംറ്റംസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഡിപ്രഷൻ എമംഗ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ പോലും മെയിൻ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണിൽ പെട്ടതാണ് അല്ലെ, നമ്മുടെ അഡോളസെന്റ് പീരീഡും അതേപോലെ ചൈൽഡ്ഹുഡ് പീരീഡും എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തുള്ള ഡിപ്രഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഡിസ്ക്രൈബ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ദ ചൈൽഡ്ഹുഡ് സ്റ്റേജ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇൻഫാൻസിയിലെയും അതേപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡിലെയും ലാംഗ്വേജ് ഡെവലപ്മെന്റ് നിർബന്ധമായിട്ടും നോക്കാം. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് അബൌട്ട് 150 വേർഡ്സ് ഈച്ച്.
ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് കോൾബർഗ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, നമ്മുടെ കുറച്ച് സ്റ്റേജസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ ബോൾബീസ് അറ്റാച്ച്മെന്റ് തിയറി. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ള എല്ലാ തിയറീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഡിസംബർ 2023 വന്ന ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 1 ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ പീരീഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ്. ക്രിട്ടിക്കൽ പീരീഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ് എന്താന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ ക്രിട്ടിക്കൽ പീരീഡ്, സെൻസിറ്റീവ് പീരീഡ്, ഫാക്ടേഴ്സ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ നോക്കാം. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ വൈഗോട്സ്കി സോഷ്യോ കൾച്ചറൽ തിയറി. വീണ്ടും ചോദിച്ചു അല്ലെ. ഡിസ്കസ് ദ എവല്യൂഷണറി പെർസ്പെക്ടീവ് ഓൺ ഡെവലപ്മെന്റ്. എവല്യൂഷണറി പെർസ്പെക്ടീവ് ഓൺ ഡെവലപ്മെന്റ് ആണ്. Elucidate the impact of social culture on human development in the Indian context. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പറഞ്ഞതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ സോഷ്യൽ കൾച്ചർ, അതായത് നമ്മുടെ കൾച്ചറും നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടും ഒക്കെ നമ്മുടെ ഡെവലപ്മെന്റിനെ ഒരു ഇമ്പാക്ട് തരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് വളരെ ജനറൽ ആണ്, എങ്കിലും ടെക്സ്റ്റ് ബുക്കിനെ നിർബന്ധമായിട്ടും വായിക്കുക. സെക്ഷൻ 2 എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബുള്ളിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബുള്ളിങ് അല്ലെ. സ്കൂളിലെ ബുള്ളിങ് എന്നൊക്കെ പറയുന്നത്. പ്രസന്റ് എ ക്ലിനിക്കൽ പിക്ചർ ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇൻ ചിൽഡ്രൻ. വീണ്ടും വന്നിട്ടുണ്ട് അല്ലെ. പിയാഷെസ് തിയറി ഓഫ് മൊറാലിറ്റി. പിയാഷെസ് തിയറി ഓഫ് ഡെവലപ്മെന്റും മൊറാലിറ്റിയും രണ്ടാണ്, മാറിപ്പോകരുത്. ലാസ്റ്റ് വൺ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് അബൌട്ട് 150 വേർഡ്സ്. എന്തൊക്കെയാണ്? പ്ലേ, ടോപ്പിക് വന്നിട്ട് പ്ലേ. രണ്ടാമത്തത് സ്കൂൾ റെഫ്യൂസൽ. രണ്ടും സ്കൂളിങ്ങിന്റെ ആ ഒരു പോർഷനിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ അതൊക്കെ ജനറൽ ആണ്, ഭയങ്കര നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും ടെക്സ്റ്റ് ബുക്കുമായിട്ട് നല്ലോണം ഒരു അടുപ്പം സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തായാലും നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അതായത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, അങ്ങനെയുള്ള ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ നമുക്ക് വരുന്ന ഒന്നാണ് ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും തിയറി അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെപ്റ്റിനൊക്കെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 150 വേർഡ്സിലൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു രീതി. ഇനി നമുക്ക് നമ്മുടെ കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് നോക്കുമ്പോൾ ഹെവിലി കവേർഡ് ടോപ്പിക്സ് ആണ്. ഒന്ന് നമ്മുടെ വൈഗോട്സ്കിസ് തിയറി, അതുപോലെ എറിക്സൺ സൈക്കോസോഷ്യൽ തിയറി, പിന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഇത് ഈ ഒരു പിന്നെ തിയറീസ് ഒക്കെ ഭയങ്കര, ഈ ഒരു 3 ടോപ്പിക്സും പല പ്രാവശ്യമായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട്, സബ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ മോഡറേറ്റ്ലി കവേർഡ് നോക്കുമ്പോൾ പ്രോസോഷ്യൽ ബിഹേവിയർ, ഗില്ലിഗൻസ് തിയറി, ബയോളജിക്കൽ മോഡൽ, റിഫ്ലെക്സസ് ആൻഡ് മോട്ടോർ സ്കിൽസ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ലെസ് ഫ്രീക്വന്റ്ലി കവേർഡ് നോക്കുമ്പോൾ എവല്യൂഷണറി പെർസ്പെക്ടീവ് ഒരിക്കലേ കണ്ടിട്ടുള്ളൂ, ക്രിട്ടിക്കൽ പീരീഡ് വേഴ്സസ് സെൻസിറ്റീവ് പീരീഡ്, സോഷ്യൽ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോൺടെക്സ്റ്റ്. ഇതൊക്കെ ഓരോ തവണ വന്നു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഐഡന്റിഫൈ പാറ്റേൺസ് ഓർ ട്രെൻഡ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ട്രെൻഡ് എങ്ങനെയാ നോക്കാം. ഫ്രീക്വന്റ് റിപ്പിറ്റേഷൻ വന്നിട്ടുള്ളതാണ്. വൈഗോട്സ്കിസ് തിയറി, അത് പല പ്രാവശ്യമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ. ഒറ്റൊന്നിലും സ്കിപ്പ് ചെയ്യാതെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്, വൈഗോട്സ്കിയുടെ തിയറിക്ക്. പിന്നെ ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷനും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും എല്ലാം ഒരു ബാലൻസ് ചെയ്തിട്ടാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോഴും കാണുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, വെറുതെ ബൈഹാർട്ട് ചെയ്ത് പോയാൽ പോരാ, ആ പറഞ്ഞ തിയറീസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്സും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ബാലൻസ് ഒരു ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇവാലുവേഷനെ പറ്റിയിട്ടൊക്കെ അവര് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ പഠിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള എക്സാമ്പിൾസും നമുക്ക് ചുറ്റുപാടുമുള്ള അനുഭവങ്ങളും ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ ആ രീതിയിൽ വേണം എക്സാമിന് നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ എന്ന രീതിയിൽ വരുമ്പോൾ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ബുള്ളിങ് വരുന്ന, അതായത് സ്കൂളിങ്ങിലുള്ള ബുള്ളിങ് വരാം, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രോസോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, മൊത്തത്തിലൊരു സമ്മറി നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഡെവലപ്മെന്റൽ സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഏകദേശം എല്ലാ പോർഷൻ തിയറീസും കോൺസെപ്റ്റ്സും, ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെയാണ് മെയിൻ ആയിട്ട് വന്നു പോയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ നേരിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതേപോലെ തന്നെ അതിന്റെ അതേ
കൂടെ തന്നെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് പോലെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, എറിക്സന്റെ തിയറി, വൈഗോട്സ്കിയുടെ തിയറി, അതേപോലെ പിയാഷയുടെ തിയറിയും സ്കിപ്പ് ചെയ്യരുത്, പിയാഷയുടെ തിയറിയും ഒക്കെ ഒരു സെൻട്രൽ റോളാണ് നമ്മുടെ കരിക്കുലത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്റ്റീവ്, ഇവാലുവേറ്റീവ് അങ്ങനെയുള്ള കൃത്യമായിട്ട് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. എന്ത് പഠിച്ചു എന്നല്ല, എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ എക്സാമിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എടുത്ത് നോക്കുമ്പോൾ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ടോപ്പിൽ നിൽക്കുന്നത് അല്ലെ. സെക്കൻഡ് ബ്ലോക്കിലാണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് പഠിക്കുന്നത്. അതേപോലെ ഐഡന്റിറ്റി, ഈ അഡോളസൻസിന്റെ ഡെവലപ്മെന്റും ഐഡന്റിറ്റിയും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്ന ടൈം ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വന്നിട്ടുള്ള ഒരു ബ്ലോക്കാണ് സെക്കൻഡ് ബ്ലോക്ക്. ഏകദേശം 5 യൂണിറ്റ്സ് കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ബ്ലോക്കാണ്. നിർബന്ധമായിട്ടും അത് നല്ല രീതിക്ക് എല്ലാ മുക്കും മൂലയും എന്ന രീതിയിൽ തെരഞ്ഞു പഠിച്ചു പോവാം. പിന്നെ രണ്ടാമത് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1ലും എന്താണ് ഡെവലപ്മെന്റ്, അത് ഗ്രോത്ത് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കഴിഞ്ഞ തിയറീസ്, അത് ഡെവലപ്പ് ചെയ്ത് വന്ന രീതി, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. അതും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ബ്ലോക്ക് 3യും 4ഉം കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 3 വളരെ കുറവാണ്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും സ്കിപ്പ് ചെയ്ത് കളയരുത്, ഒന്നും തൊടാതെ ഒന്നും പോവില്ല. ഓക്കെ, ബ്ലോക്ക് 4നും ഒരു അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ല. ബ്ലോക്ക് 4ലേക്ക് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും വായിച്ചു പോവുക. നമുക്ക് ഒരു പരിധിവരെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ബ്ലോക്ക് 1ന് ഏകദേശം 37.5% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2ൽ 41, ഏതാണ്ട് പകുതിയോളം ക്വസ്റ്റ്യൻസും വന്നിട്ട് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 2ൽ നിന്നാണ്. ഓക്കെ, ബ്ലോക്ക് 4 16.7% ആണ്. 3 എടുക്കുമ്പോൾ 4.2. ലീസ്റ്റ് വന്നിട്ടുള്ളത് തേർഡ് ബ്ലോക്കാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ ഒരു ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയ സമയത്ത് ബ്ലോക്ക് 1ൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വന്നത്. സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്, തേർഡ് ബ്ലോക്കിൽ നിന്ന് 1 ക്വസ്റ്റ്യനും, ബ്ലോക്ക് 4ൽ വരുമ്പോൾ 4 ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ബ്ലോക്കുകളിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. ഫസ്റ്റ് ബ്ലോക്കിനും സെക്കൻഡ് ബ്ലോക്കിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ 2 ബ്ലോക്കിൽ നിന്നുമാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3ലും ബ്ലോക്ക് 4ലും ആകുമ്പോൾ പ്രാക്ടിക്കൽ ഇഷ്യൂസും അതേപോലെ അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റും ആണ് വരുന്നത്. അതിലധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല, ലോവർ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസിയാണ് കാണുന്നത്. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാവുന്ന ടൈപ്പ് ടോപ്പിക്സ് ആണ് ഈ ഒരു 2 ബ്ലോക്കിലും ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ഇഷ്ടംപോലെ ടോപ്പിക്സ് വന്നിട്ടുണ്ട് അല്ലെ. നോക്കൂ, അതേപോലെ യൂണിറ്റ് 13ഉം 16ഉം. ഓക്കെ, അതേപോലെ തന്നെ 10th യൂണിറ്റ്, ഇതിലൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 അപ്പോഴും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഓരോ യൂണിറ്റ്സിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് ലെവൽ അനാലിസിസ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റ് ആയിരുന്നു ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, തേർഡ് യൂണിറ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ഫോർത്ത് യൂണിറ്റിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, എല്ലാ യൂണിറ്റും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ബ്ലോക്ക് എടുക്കുമ്പോൾ യൂണിറ്റ് 5, 6 ഓരോ ക്വസ്റ്റ്യൻ വീതം, 7 2 ക്വസ്റ്റ്യൻ, 8 വീണ്ടും 1 ക്വസ്റ്റ്യൻ, 9 പിന്നെ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 11 15 ഓരോ ക്വസ്റ്റ്യൻ വീതവും വന്നിട്ടുണ്ട്. ഇനി തേർഡ് ബ്ലോക്ക് എടുക്കുമ്പോൾ 13ാമത്തെ ബ്ലോക്കിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, യൂണിറ്റിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ആണ് വന്നത്. അല്ലെ ബ്ലോക്ക് 4 എടുക്കുമ്പോൾ എല്ലാ യൂണിറ്റിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോരോ ബ്ലോക്കിന്റെയും ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എടുക്കുമ്പോൾ യൂണിറ്റ് 1ഉം 2ഉം ഹയസ്റ്റ് ഫ്രീക്വൻസി വന്നത് 1ഉം 2ഉം ആണ്. കമ്പാരിറ്റീവ്ലി തേർഡ് പിന്നെ രണ്ടിനും ഈ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ കമ്പാരിറ്റീവ്ലി യൂണിറ്റ് 4 എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. ബാക്കി 3ലും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കവർ ചെയ്ത് പോയത് കണ്ടിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 എടുക്കുമ്പോൾ 9നാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി വന്നത്. യൂണിറ്റ് 9ൽ 3 ക്വസ്റ്റ്യൻ ആണ് കണ്ടിരുന്നത്. 7ലും 15ലും 2 യൂണിറ്റ് വീതം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കണ്ടത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഓരോ യൂണിറ്റിന്റെയും നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഏതൊക്കെ യൂണിറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതൊക്കെ വെച്ചിട്ട് വേണം പഠിക്കാൻ. ഓക്കെ,
അപ്പം ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്ക് നോക്കാം. ഇപ്പം നമുക്കറിയാം ഇഷ്ടം പോലെ തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോന്നിന്റെ ഒരു ഫ്രീക്വൻസി എത്രയാന്നുള്ളത് നോക്കാം. കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി ഒരു പ്രാവശ്യം, എറിക്സൺസ് തിയറി 2 പ്രാവശ്യം, വൈഗോട്സ്കിസ് തിയറി 3 പ്രാവശ്യം, റിഫ്ലക്സസ്, ഗ്രോസ് മോട്ടോർ സ്കിൽ, ഫൈൻ മോട്ടോർ സ്കിൽ, ഗില്ലിക്കൻസ് തിയറി, മാർഷ്യാസ് ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡൽ, പ്രോസോഷ്യൽ ബിഹേവിയർ, ഇതൊക്കെ ഓരോ പ്രാവശ്യം നമുക്ക് വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫോംസ് ഇൻ ചൈൽഡ്ഹുഡ് 1, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ 2. ഓക്കെ, ഈ കോസൽ ഫാക്ടേഴ്സ് ഓഫ് ഓട്ടിസം മാത്രമായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ബയോളജിക്കൽ മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, സ്റ്റേജസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, ഡിപ്രഷൻ ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോൾബർഗ്സ് തിയറി, ബോൾബൈസ് അറ്റാച്ച്മെന്റ് തിയറി, ഇതൊക്കെ ഓരോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ, എല്ലാ തിയറിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? എല്ലാ തിയറിയും ഒരു പ്രാവശ്യമെങ്കിലും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ ക്രിട്ടിക്കൽ പീരീഡ്, സെൻസിറ്റീവ് പീരീഡ് ഓരോ പ്രാവശ്യം, ഫാക്ടേഴ്സ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇതൊക്കെ സബ് ആയിട്ടും വരാം അല്ലെങ്കിൽ ഒരുമിച്ചും വരാം കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി സോഷ്യൽ കൾച്ചറൽ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ബുള്ളി ക്യാരക്ടറിസ്റ്റിക്സ്, ബുള്ളിങ് ഇന്റർവെൻഷൻ, പിയാഷേസ് തിയറി, പ്ലേ, സ്കൂൾ റെഫ്യൂസൽ, ഇതൊക്കെ ഓരോ പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ടോട്ടൽ മാർക്സ് പെർ ബ്ലോക്ക് വെച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് 2-ലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബ്ലോക്ക് 1-ല് രണ്ടാമതും, ബ്ലോക്ക് 4-ല് മൂന്നാമതും, തേർഡ് ബ്ലോക്കിലാണ് ലീസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കിക്കോ, ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് എത്രത്തോളം മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റിനും, ഗില്ലിഗൻസ് തിയറി ഓഫ് ഡെവലപ്മെന്റ്, മൊറാലിറ്റി, എറിക്സൺസ് സൈക്കോസോഷ്യൽ തിയറി, കൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, causal factors of autism, Ball-Base attachment theory, autism spectrum disorder, areas of growth and development. ഇത്രയും ടോപ്പിക്സ് നിങ്ങളൊന്ന് നോക്കുക. ഇതൊക്കെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്സ് വന്നാൽ അതൊക്കെ ഒറ്റയ്ക്ക്, അതിന്റെ കൂടെ സബായിട്ടൊന്നും ചിലപ്പം വരാൻ സാധ്യതയില്ല. ഇപ്പൊ സ്റ്റേജസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റും അതിന്റെ കൂടെ ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റും ഒക്കെ ചിലപ്പം അടുപ്പിച്ചടുപ്പിച്ച് വന്നേക്കാം. സെൻസിറ്റീവ് പീരീഡും അതേപോലെ ക്രിട്ടിക്കൽ പീരീഡും ഒരുമിച്ച് വന്നേക്കാം. അങ്ങനെ സബായിട്ട് വരാം. പക്ഷെ ഈ ഒരു ഇത്രയും നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഒറ്റയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് അത്രയും മാർക്സ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ബ്ലോക്ക് 1-ന് 90 മാർക്സ്, ബ്ലോക്ക് 2-ന് 100 മാർക്സ്, തേർഡ് ബ്ലോക്കിന് 10 ആൻഡ് ഫോർത്ത് ബ്ലോക്കിന് 40 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, യൂണിറ്റ് വൈസ് ആണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ടോപ്പിക് വൈസിലുള്ള മാർക്സ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 30 മാർക്സ് വന്നിട്ട് ഇത്രയും ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ബോൾ-ബോയ്സ് അറ്റാച്ച്മെന്റ് തിയറി, കോസൽ ഫാക്ടേഴ്സ് ഓഫ് ഓട്ടിസം, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, എറിക്സൺ സൈക്കോസോഷ്യൽ തിയറി, ഗില്ലിഗൻസ് തിയറി ഓഫ് മൊറാലിറ്റി, ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഹയസ്റ്റ് മാർക്സ് വന്നിട്ടുള്ളത്. ഇനി ബയോളജിക്കൽ മോഡൽ, ഫാക്ടേഴ്സ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്, വൈഗോട്സ്കിസ് തിയറി ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇത്രയും 20 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ഇനി 10 മാർക്കിന് പല പ്രാവശ്യമായിട്ട് കണ്ടതാണ് ക്രിട്ടിക്കൽ പീരീഡ്, ഡിപ്രഷൻ, ഫോംസ് ഇൻ ചൈൽഡ്ഹുഡ്, കോൾബർഗ്സ് തിയറി, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മാർഷ്യാസ് സ്റ്റാറ്റസ് ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡൽ, പ്രോസോഷ്യൽ ബിഹേവിയർ, റിഫ്ലക്സ്, സെൻസിറ്റീവ് പീരീഡ്, സ്റ്റേജസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിൽ കാണുന്നത്. അപ്പോൾ ബ്ലോക്ക് 2-നാണ് നമുക്ക് ഹയസ്റ്റ് മാർക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്കിന്. അത് കഴിഞ്ഞിട്ടും പിന്നെ ബ്ലോക്ക് 3-ക്കും 4-നും ആണ് സിഗ്നിഫിക്കന്റ്ലി ഫ്യൂർ മാർക്സ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുമ്പോൾ വന്ന് എടുത്തു നോക്കുമ്പോൾ കാണും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ കുറച്ച് ടോപ്പിക്സ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ചില ടോപ്പിക്സ് നിർബന്ധമായിട്ടും ആ ടോപ്പിക്സ് ഒറ്റയ്ക്ക് മാത്രം വന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഒറ്റയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ മാത്രം പാകത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കോൾബർഗിന്റെ തിയറിയും എറിക്സന്റെ തിയറിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു സജസ്റ്റഡ് ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടും അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രീതിയിൽ നമ്മൾ നെക്സ്റ്റ് എക്സാമിന് ഒരു സജസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഒന്ന് ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പിന്നെ ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി, ബോൾ-ബോയ്സ് അറ്റാച്ച്മെന്റ് തിയറി, കോസൽ ഫാക്ടേഴ്സ് ഓഫ് ഓട്ടിസം, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് 3 വീതം ഒക്കെ വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി അങ്ങോട്ട് വരുന്ന നമ്മുടെ കമ്മിങ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നോക്കി വെക്കാം. ഓക്കെ,
അപ്പം നമ്മളിപ്പം ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് ഇത്രയും ടോപ്പിക്സ് അല്ലെ, ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും, ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജിയും, ബോൾ ബൈസ് തിയറിയും, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും, ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിന്റെ കോൺസെപ്റ്റും, ഇത്രയും ടോപ്പിക്സിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. മിക്കവാറും മുമ്പത്തെ എക്സാമിനൊരു വരാൻ ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിന് നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രഡിക്ഷൻസ് ഫോർ അപ്കമിങ് എക്സാംസ് ഒന്നും കൂടെ നോക്കാം. ബേസ്ഡ് ഓൺ ദ ഹൈ ഫ്രീക്വൻസി ആൻഡ് കൺസിസ്റ്റൻസി, ദ ഫോളോയിങ് ടോപ്പിക്സ് ആർ പ്രഡിക്റ്റഡ് ടു ബി ദ മോസ്റ്റ് ലൈക്ലി ടു അപ്പിയർ ഇൻ ദ അപ്കമിങ് എക്സാംസ്. ഓക്കെ, അപ്പം കഴിഞ്ഞതിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിക്കണം. അധികം ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാ വർഷവും എന്തെങ്കിലും വിധത്തിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസോടുകൂടെ നിങ്ങൾ നോക്കുക. കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി, എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി, വൈഗോട്സ്കീസ് തിയറി, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ബൗൾബൈസ് അറ്റാച്ച്മെന്റ് തിയറി, ഗില്ലിഗൻസ് തിയറി, ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിനൊരു കൺസിസ്റ്റൻസി, ഇത്രയും ടോപ്പിക്സിന് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കാണുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ അവർ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടെ കാണും. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിനും, ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റ് സൈക്കോളജി, എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി, ഇതൊക്കെ നമുക്ക് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് കീ ഫോക്കസ് ഏരിയാസ് നോക്കാം. കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് നോക്കുമ്പോൾ അതിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് നോക്കണം. അതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻസ്, ഈ കാര്യങ്ങൾ നോക്കുക. ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി എടുക്കുമ്പോൾ കോമൺ ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, അതായത് ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്, ചാലഞ്ചസ് എന്തൊക്കെ ഫേസ് ചെയ്യാറുണ്ട്, അതിൽ പിന്നെ എന്താ പറയുക, നമ്മൾ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് വരുന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ സ്പെസിഫിക് ഇഷ്യൂസ് സച്ച് ക്രിട്ടിക്കൽ പീരീഡ്സ്, സെൻസിറ്റീവ് പീരീഡ്സ്, അതേപോലെ ഒബ്സ്റ്റക്കിൾസ് ഇൻ സ്റ്റഡിങ് ഡെവലപ്മെന്റൽ സൈക്കോളജി, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇനി എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി പഠിക്കുമ്പോൾ ആ 8 സ്റ്റേജും നിങ്ങൾക്കറിയാം, 8 സ്റ്റേജ് ഉണ്ട് സൈക്കോ സോഷ്യൽ തിയറിക്ക്. 8 സ്റ്റേജും മറന്നു പോവാതെ മാറിപ്പോകാതെ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ അതിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കോഡ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പൊ ഓരോ സ്റ്റേജ് പറയുമ്പോൾ നമ്മൾ അതിലൊരു എക്സാമ്പിൾ ഒക്കെ പോലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാ സ്റ്റേജിനും നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ എക്സാമ്പിളോടുകൂടെ പഠിച്ചു പോവാൻ, നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമാണ് പഠിക്കാനായിട്ട്. വൈഗോട്സ്കീസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യോ കൾച്ചറൽ അപ്രോച്ച് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിക്കാതെ പോലെ വൈഗോട്സ്കി തിയറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, കീ കോൺസെപ്റ്റ് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ZPD എന്ന് പറയുന്നത്. അതിലെ സ്കഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ, അതിലെ നമ്മുടെ എത്രത്തോളം നമ്മുടെ സൊസൈറ്റിക്കും കൾച്ചറിനും ഒക്കെ സപ്പോർട്ടിനും ഒക്കെ നമ്മുടെ ഡെവലപ്മെന്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എടുത്ത് നോക്കുമ്പോൾ ക്ലിനിക്കൽ പിക്ചറും കോസസും റിസ്ക് ഫാക്ടേഴ്സും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആൻഡ് ഇന്റർവെൻഷൻസും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ബോൾബൈസ് തിയറി നോക്കുന്ന സമയത്ത് ബോൾബൈന്റെ തിയറിനെ നിർബന്ധമായിട്ടും അതിന്റെ ഒരു പിന്നെ എന്താ പറയാ, ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ എക്സ്പെരിമെന്റ് ഒക്കെ വെച്ചിട്ട് പഠിക്കുക, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഗില്ലിഗൻസ് തിയറി ഓഫ് മൊറാലിറ്റിയും ഇതേപോലെ കെയർ ബേസ്ഡ് മൊറാലിറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അത് നിർബന്ധമായിട്ടും ആ ഒരു രീതിയിൽ ഇതും ഈ പറഞ്ഞതുപോലെ എക്സാമ്പിൾസോടുകൂടി, ഏതൊരു തിയറി പഠിക്കുമ്പോഴും നിങ്ങൾ എക്സാമ്പിളോടുകൂടെ തന്നെ പഠിക്കുക. ഓക്കെ, ഗില്ലിഗൻസ് തിയറിയും അതർ മോറൽ ഡെവലപ്മെന്റ് തിയറീസും കോൾബർഗിന്റെ തിയറി ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അതും ഇതും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്, ഡിഫറൻസ് എന്താണ്, അങ്ങനത്തെ രീതിയിൽ പഠിക്കാം. മിക്കവാറും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ 4 മെയിൻ ഏരിയാസ് ഉണ്ട് അല്ലെ, അതായത് ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ, ഇത്രയും ഏരിയാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഏതാന്നുള്ളത് നോക്കി വെക്കുക. അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ സ്റ്റേജസും നോക്കാം. റിക്കറന്റ് ടോപ്പിക്സ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്, ഒന്ന് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അതേപോലെ ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റ് സൈക്കോളജി, എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി 3 ടൈംസ് ഒക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, പിന്നെ വൈഗോട്സ്കീസ് തിയറി 2 ടൈംസ്, ഓട്ടിസം സ്പെക്ട്രം 3 ടൈംസ്, ബോൾബൈസ് അറ്റാച്ച്മെന്റ് 3 ടൈംസ്, ഗില്ലിഗൻസ് തിയറി 3 ടൈംസ്, ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പം ഇതൊക്കെ നമ്മുടെ ഡെവലപ്മെന്റൽ സൈക്കോളജിന്റെ ഒരു എന്താ പറയാ, ഒരു ഫൗണ്ടേഷണൽ ആണ് അല്ലെ. അതിന്റെ നിർബന്ധമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുകൊണ്ടാണ് ഇത്രയും പ്രാവശ്യം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്.
ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റൈസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ്. കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പ്രയോറിറ്റീസ് കൊടുക്കുക. അതേപോലെ ഏത് തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അതിന്റെ കീ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് ഉണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ അതുമായിട്ട് കണക്ട് ചെയ്ത് മാത്രം പഠിക്കുക. ഓക്കെ. ഇനി ഇപ്പം ഓട്ടിസം സ്പെക്ട്രത്തിന്റെയും ഒക്കെ അതുപോലെ ഡിസോർഡർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സും ക്ലിനിക്കലും ഒരേപോലെ മനസ്സിലാക്കുക. ഓക്കെ. വിഷ്വൽ എയ്ഡ്സ്, ഇപ്പം നമ്മുടെ ഡെവലപ്മെന്റൽ സൈക്കോളജിക്ക് നിങ്ങൾക്ക് ലൈവ് ഒക്കെ എടുക്കുന്ന സമയത്ത് PPT ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ചില ഇപ്പൊ തിയറി ഒക്കെ പഠിക്കുമ്പോൾ ചാർട്ടുകൾ വെച്ചിട്ടും ഡയഗ്രാം വെച്ചിട്ടും അല്ലെങ്കിൽ എക്സാമ്പിളിന്റെ എന്തെങ്കിലും പിക്ചർ വെച്ചിട്ടൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്. അപ്പൊ ആ PPT ഒക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എക്സാം നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. അപ്പൊ അത് എഴുതുന്ന സമയത്ത് അതിന്റെ കൂടെ വെറുതെ എന്തെങ്കിലും ഒരു ചാർട്ട് പോലെ അല്ലെങ്കിൽ അതുപോലെ ഒരു മാപ്പോ, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ എളുപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. മനസ്സിലാക്കാനും മെമ്മറൈസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പാസ്റ്റ് എക്സാം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. നമ്മുടെ ആപ്പിലുണ്ട്, ലേൺവൈസിന്റെ ആപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഒന്നും കൂടെ നോക്കുക. ഓക്കെ. പറ്റുമെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയിട്ട് ഒരു പ്രീ എക്സാം ഒക്കെ പോലെ ഒരു മോഡൽ എക്സാം ഒക്കെ പോലെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ്, ഡിസ്കഷൻസിൽ നിങ്ങൾ ഏർപ്പെടുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. മെന്റേഴ്സുമായിട്ടൊക്കെ ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും ഫോക്കസ് ചെയ്തപ്പം BPCC 109 അല്ലെ, 109ന്റെ എടുത്ത് നോക്കുമ്പം കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്, തിയറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് കൊടുത്ത ടോപ്പിക്സിന് പ്രയോറിറ്റൈസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലുമൊക്കെ മെമ്മറി ടിപ്സ് ഒക്കെ വെച്ചിട്ട് എക്സാമ്പിൾസോട് കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എക്സാമ്പിൾസ് അറ്റ്ലീസ്റ്റ് എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഒരു തിയറി അതേപോലെ നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ആ എക്സാമ്പിൾ എങ്കിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ പോലും നമുക്ക് ഇത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, ആ ഒരു തിയറി കൊണ്ട് ഈ സ്റ്റുഡന്റിന് ഇത്രയും മനസ്സിലായിട്ടുണ്ട് എന്ന തരത്തിൽ നമ്മുടെ എക്സാമിന്റെ പേപ്പർ നോക്കുന്ന ഇവാലുവേഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഗുഡ് ലക്ക് വിത്ത് യുവർ എക്സാം പ്രിപ്പറേഷൻ. ഓക്കെ. അപ്പൊ ഇനി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, ഫൈനലി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നോക്കാം. അപ്പൊ നമുക്കറിയാം 50 മാർക്സ് ആണ് നമ്മുടെ 109 അലോ ചെയ്തിട്ടുള്ളത്. 2 hours ആണ് ടൈം തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം 8 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റ്ലീസ്റ്റ് നല്ല മെയിൻ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ മാർക്കിനും 10 വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. ഓക്കെ. അപ്പൊ സെക്ഷൻ 1 കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് സെക്ഷൻ 1 വന്നിട്ടുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദീസ് കോൺസെപ്റ്റ്സ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി. അതാണ് വന്നത്. രണ്ടാമത്തത് explain Erickson's psychosocial theory of human development. Discuss how this theory is applied in understanding personality development. Okay. Personality development എങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 3 വൈഗോട്സ്കിസ് തിയറി ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലാണ്. ദാറ്റ് ഈസ് ഡിസ്കസ് വൈഗോട്സ്കിസ് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഹൗ ഡു ദ കോൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആൻഡ് സ്കഫോൾഡിംഗ് കോൺട്രിബ്യൂട്ട് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ആ ഒരു കീ കോൺസെപ്റ്റിനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 4th one, describe the 4 main areas of growth and development. 4 main areas ആണ് കേട്ടോ. How do these areas interact to influence overall human development? Section 2 autism spectrum disorder എന്താണെന്നാണ് ചോദിച്ചത്. Present a clinical picture of autism spectrum disorder. Discuss the causal factors and the role of early interventions in managing ASD. 6th one, ball-based attachment theory ആണ്. Explain ball-based attachment theory. Discuss the different attachment styles and their impact on social and emotional development. Gilligan's theory ആണ് 7th one. Explain and evaluate Gilligan's theory of care-based morality. How does this theory differ from Kohlberg's theory of moral development? Explain the symptoms and issues associated with depression in childhood and adolescence. Discuss the importance of early diagnosis and intervention. അപ്പൊ നോക്കൂ, എല്ലാം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനോ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡെവലപ്മെന്റൽ സൈക്കോളജി ഏതൊരു സൈക്കോളജി സബ്ജക്റ്റും ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ഓരോ തിയറീസും നിങ്ങൾ
എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലൈഫുമായി കണക്ട് ചെയ്ത് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ ആൻസേഴ്സിന്റെ കീ പോയിന്റ്സ് നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുക. ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് സീരിയസ്ലി എടുത്തിട്ട് അതിന്റെ ആൻസർ ഒന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 109ന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വെച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. പറഞ്ഞതൊന്നും മറന്നു പോകരുത്. എല്ലാം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.